ഓളോട് ചായ കൊണ്ടുവരാൻ പറഞ്ഞത് റസിയ എന്താണ് എവിടെ എന്താ പാലൊന്നുമില്ലേ? എന്താ ഒരു വെള്ളം? എന്താ വെള്ളോ? അത് നിങ്ങൾ കുടിക്കണ്ട. എന്താ കുടിക്ക? അതെ ഇനി അതും പറഞ്ഞപ്പോ 1 ലിറ്റർ പാല് മേടിക്കണല്ലോ. ഇനിയിപ്പോ 2 ഇതിന്റെ പേരിലോള്. അല്ല റസിയ, ഏപ്രിൽ പൂള് നാളെ അല്ലേ, ഇന്ന് തന്നെ പറ്റിക്കാൻ തുടങ്ങിയ. ഇതില് തീരെ മധുരമില്ലല്ലോ. മധുരില്ല. പഞ്ചസാരയും തീർന്ന ഞാൻ മറന്നാണ് കേട്ടതാ. നന്നായി അത് കൊടുക്ക്. വേണ്ട വേണ്ട വേണ്ട, കുടിച്ചോളാം. മധുരട്ടായിരുന്നേ വേണ്ടാന്ന്. ഇനിയിപ്പോ അത് മതി. ഇന്ന കളിയൊക്കെ ഒരു കാര്യം കിട്ടിയില്ല, അതുകൊണ്ടല്ലേ തരാത്ത്. തന്നോ? വേണ്ടാന്ന്. ഇനിയിപ്പോ മധുരം ഇട്ടേ പോളൂ ഇവിടുന്ന്. വേണ്ടോ? ഇത് ആദ്യമേ അങ്ങോട്ട് ഇട്ടായിരുന്നെങ്കിൽ ചീത്തപ്പേരുണ്ടായ. അല്ലട ചങ്ങായി, ഏപ്രിൽ 1 നാളെയാണ്. ഇന്ന് 31 അല്ലേ? ഇന്ന് 31 ആണെങ്കിൽ പിന്നെ നാളെ തന്നെയാവും. അല്ല ഞാൻ ആലോചിക്കാണേ, പഴയ കാലത്ത് ഈ ഒരു ദിവസം എത്ര ആൾക്കാരെ നമ്മള് പറ്റിച്ചേരുന്നത്. ഇപ്പൊ അങ്ങനെ ആൾക്കാരെ പറ്റിക്കലൊന്നും ഇല്ല അല്ലേ ഏപ്രിൽ ഫൂളിന്? പറ്റിക്കലൊക്കെ ഉണ്ടാവും, നമ്മൾ അറിയാനായിട്ടാണ്. ഇല്ലാന്ന്, ഇപ്പൊ ദിവസം ഇത് തന്നെയല്ല ആളുകളുടെ തൊഴില്. അപ്പൊ ആ ഒരു ദിവസത്തിന് വലിയ പ്രാധാന്യമില്ല. പഴയ കാലത്തേ എന്റെ വാപ്പ പറഞ്ഞിട്ടുള്ള കഥ കേട്ടോ. ഇവർക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു ക്ലബും ഉണ്ട്. അപ്പൊ ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ ദിവസം ആരെങ്കിലൊക്കെ പറ്റിക്കാതെ ഇവർക്ക് ഉറക്കം കിട്ടൂല. അപ്പൊ അന്നത്തെ ദിവസം ഇങ്ങനെ ഇതേമാതിരി ആരെങ്കിലൊക്കെ പറ്റിക്കണം എന്ന് കണക്കാക്കി എന്റെ വാപ്പയും ആൾക്കാർ കൂട്ടുകാരൊക്കെ ഇവര് ക്ലബിൽ ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ ആരെങ്കിലും കിട്ടണ വെച്ച് കാത്തു നിൽക്കുക. ഈ സമയത്ത് ഇവരനെ പറ്റിക്കാൻ വേണ്ടിട്ട് വേറൊരാള് ഒരു ഔർക്കുണ്ട്. ബന്ധു ഇവിടെ എളാപ്പന്റെ. അപ്പൊ മൂപ്പരനെ കുറിച്ചിട്ട് ഇങ്ങനെ പല കഥകളും തമാശകൾ പറയണ്ട്. ഭയങ്കര രസകരനാണ് ആള്. അപ്പൊ മൂപ്പര് രാവിലെ തന്നെ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്ക. ഇപ്പൊ ധൃതിയിൽ ഇങ്ങനെ നടന്നു. ഇപ്പൊ ഇവരെല്ലാരും ക്ലബിലിരിക്കുക. മുകളിലാണ്, തട്ടുമുകളിലാ. അപ്പൊ ഇവിടുന്ന് റോട്ടിൽ നിന്ന് വിളിച്ചിട്ട് അറിഞ്ഞില്ലേ എന്താണ് എടാ ചുരത്തിന് അവിടെ ബസ് മറിഞ്ഞിട്ട് 10-40 ആൾക്കാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന്. ഇതങ്ങോട്ട് കേട്ട ഉടനെ ഇവരെല്ലാം ആൾക്കാര് ഉടനെ എന്റെ വാപ്പേ എന്റെ പടച്ചോനെ ഇത് 2ാമത്തെ ആണല്ലോ അല്ലാ, അതെവിടെ എന്ന് ചോദിച്ചു. അവർക്ക് മേടിച്ച് അതാ ആശുപത്രി പോയിട്ട് അവിടെ ബസ് മറിഞ്ഞിട്ട് കുറെ ആൾക്കാരനെ ഇപ്പൊ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. അതെ എന്നും പറഞ്ഞു മൂപ്പര അങ്ങടാ പോയി. ഏപ്രിൽ ഫൂൾ പറയാൻ വന്നാള് നേരെ തിരിച്ച് ഇവരെ പറ്റിക്കാൻ നോക്കിയ ആളാ. എന്നിട്ട് തിരിച്ചു പറഞ്ഞ എന്റെ വാപ്പന്നെ പറ്റിച്ചിട്ട് അല്ല പഴയ കാലത്തെ രസങ്ങള്. അതേ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നാളെ ഒന്ന് സൂക്ഷിക്കണം, അല്ലാണ്ട് ആരെങ്കിലും പറ്റിക്കാതെ. ഇജ്ജി ഞങ്ങളെ പറ്റിക്കാഞ്ഞാ മതി. ഇല്ല, ഞാൻ നാളെ ലീവാണ്. ബാക്കിയുള്ള ദിവസം എനിക്ക് അതാണല്ലോ പണി. വെറുതെ മനുഷ്യരെ കൊള്ളരായി പറയണേ. വാസുട്ടിയെ, നമുക്ക് ജോസുട്ടിക്ക് ചെറിയൊരു പണിയാ കൊടുത്താലോ? കൊടുക്കാം. പിന്നെന്താ, അല്ല ഓ നാട്ടുകാരെ മുഴുവനും പറ്റിക്കണാണല്ലോ അല്ലേ? എന്തായാലും ഏപ്രിൽ ഫൂളായിട്ട് നമുക്കൊരു രസമാവും. ചെറിയൊരു പണി ഓന് കൊടുത്തതിന്റെ ഒരു സമ്മാനവും കിട്ടും. എങ്ങനെ പറ്റിക്ക? എന്തെങ്കിലും ഒരു സൂത്രം ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊടുക്ക. അപ്പൊ പുതുതായിട്ട് എടുത്തിട്ടുള്ള ബൈക്കില്ലേ, കച്ചവടത്തിനെടുത്ത് ആ ബൈക്ക് അവിടുന്ന് പൊക്കിയിട്ട് നേരെ കവലയില് മറ്റേ ആ തോട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ടാലോ? അവൻ 100 കാര്യത്തിന് പോണ അതിന്റെ മുകളില് അതൊന്നും നടക്കില്ല. കോട്ടയെന്ന് അതുകൊണ്ടല്ലേ അത് ബുക്കാന്ന് പറയണത്. പുലിവാലാവോ? എന്റെ പുലിവാല് പണി കൊടുക്കാൻ പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെയല്ലേ? അല്ല അത് സംഭവം അത് പോയത്തിന് ഇടങ്ങറാവും. ഇടങ്ങറാവട്ടെ. പക്ഷെ അത് അവിടെ നിന്ന് കൊണ്ടുപോയി വെക്കണ്ട, അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. നമ്മുടെ കൊടുത്ത് വെക്കാം. ഓ അത് ചെയ്യാല്ലേ? ഒന്ന് കിടന്ന് കറങ്ങട്ടെ. അല്ല എല്ലാരും കറക്കാണല്ലോ. കച്ചവടത്തിന് എടുത്ത സാധനമായ കാരണം ഇത്തിരി ടെൻഷൻ ഉണ്ടാവും. അപ്പൊ എങ്ങനെ കൊണ്ടുവരും? അത് കൊണ്ടുവരാം. അനക്ക് ഓടിക്കാറിയോ? ഓടിക്കാറിയില്ല. അതിനൊക്കെ വഴി ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട്. എന്നാ ഏൽക്കല്ലേ? ഓ ഏറ്റു. കൊറേ നാളായി ഒരാളെ പറ്റിച്ചിട്ട്. ഒരു രസം കൊടുക്കാം.